ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം നാത്തൂൻസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്നല്ല കുറച്ചധികം ബ്യൂട്ടി ടിപ്സ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് എല്ലാം ലിപ് കെയറിനെ പറ്റിയാണ്. നിങ്ങൾ ഇരുണ്ടതും വരണ്ടതും വിണ്ടുകീറിയതുമായ ചുണ്ടുകൾ മൂലം കഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നിങ്ങളുടെ ചുണ്ടുകൾ മനോഹരമാക്കാനുള്ള വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും പിങ്ക് നിറമുള്ള ചുണ്ടിനായിട്ട്. അതിനായിട്ട് ലിപ് ബാമും ലിപ്സ് ക്രീമും തുടങ്ങിയവയെല്ലാം ഉപയോഗിക്കുന്നവരായിരിക്കും നമ്മൾ പലരും. എന്നാൽ ഇതിനെല്ലാം ധാരാളം കെമിക്കൽസ് ഉണ്ട്. എന്നാൽ ഇനി അതൊന്നും ഇല്ലാതെ തന്നെ ചുണ്ടിന് നമുക്ക് നിറം വർദ്ധിപ്പിക്കാം. അതിന് ഏറ്റവും ബെസ്റ്റ് ആണ് ബീട്രൂട്ട്. ചുണ്ടിലെ കറുപ്പ് മാറ്റി ചുണ്ടിന് നിറം വർദ്ധിപ്പിക്കാൻ ബീട്രൂട്ട് വളരെ നല്ലതാണ്. എങ്ങനെ ബീട്രൂട്ട് കൊണ്ട് നമുക്ക് ചുണ്ടിന് നിറം വർദ്ധിപ്പിക്കുന്ന ലിപ് ബാം തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ബീട്രൂട്ട് ഇപ്പം ഗ്രേറ്റ് ചെയ്തില്ലെങ്കിലും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. ബീട്രൂട്ടിന്റെ ജ്യൂസ് ആണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അരിപ്പ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളം യൂസ് ചെയ്യാതെ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അരിപ്പ യൂസ് ചെയ്തില്ലെങ്കിലും ഒരു തുണിയിൽ പൊതിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താലും മതി. ബീട്രൂട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുവാണെങ്കിൽ ജ്യൂസ് എടുക്കാൻ അത്രയും എളുപ്പമായിരിക്കും. അപ്പം ബീട്രൂട്ട് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് ആവശ്യത്തിനുള്ള ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റീൽ ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബൗൾ നമുക്ക് അതിലേക്കൊന്ന് ഇറക്കി വെക്കാം. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് പെട്രോളിയം ജെല്ലിയാണ്. ഏകദേശം 1 സ്പൂണോളം ഉള്ള പെട്രോളിയം ജെല്ലി നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോഴേ അറിയാം നല്ല തിക്കായിട്ടിരിക്കുവാണ്. ചൂടുവെള്ളം യൂസ് ചെയ്യുമ്പോൾ ഈ പെട്രോളിയം ജെല്ലി പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്രോളിയം ജെല്ലി ചൂട് തട്ടുമ്പോൾ തന്നെ അലിഞ്ഞു വന്നോളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ബീട്രൂട്ടിന്റെ ജ്യൂസും പെട്രോളിയം ജെല്ലിയും കൂടെ നന്നായിട്ട് മിക്സ് ആവണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാം.
ഇനി നമുക്കിതൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഏകദേശം ഒരു മണിക്കൂറിന് താഴെ മതിയാകും ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ലിപ് ബാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ലിപ് ബാം ഉണ്ടാക്കിയേക്കുന്നത്. ഏകദേശം ഒരു 3 മാസത്തോളം നിങ്ങൾക്ക് ഈ ലിപ് ബാം യൂസ് ചെയ്യാൻ പറ്റും. ചുണ്ടിൽ ഇത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇത് ചുണ്ടിന് നല്ല സോഫ്റ്റ്നെസ്സും പിങ്ക് നിറവും നൽകുന്നു. ഡാർക്ക് റെഡ് ഷെയ്ഡ് അല്ല, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ ചുണ്ടിന് നല്ല സോഫ്റ്റ്നെസ്സും പിങ്ക് നിറവും ലഭിക്കും. ഇനി അടുത്ത ടിപ്പ്, ചൂടുവെള്ളം കൊണ്ട് കഴുകി തുടച്ചതിന് ശേഷം ലിപ്സ്റ്റിക് ഇടുവാണെങ്കിൽ അതിന് കൂടുതൽ ഭംഗിയായിരിക്കും. മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ഐസ് കട്ട കൊണ്ട് തടവിയാൽ അത് ചുണ്ടിൽ നന്നായി പിടിക്കുകയും ചെയ്യും, കൂടുതൽ നേരം നിലനിൽക്കുകയും ചെയ്യും. ഫോർത്ത് ടിപ്പ്, തേനും നാരങ്ങ നീരും ചേർത്ത് ചുണ്ടിൽ തേച്ചാൽ ചുണ്ടിന്റെ കറുപ്പ് നിറം കുറഞ്ഞു കിട്ടും. ഇനി അഞ്ചാമത്തെ ടിപ്പ്, 1 സ്പൂൺ തേന് 1 സ്പൂൺ വെളിച്ചെണ്ണയിൽ ചാലിച്ച് രാത്രി കിടക്കാൻ നേരം ചുണ്ടിൽ പുരട്ടിയാൽ ചുണ്ട് വിണ്ടു കീറുകയില്ല. ആറാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, രാത്രി കിടക്കുന്നതിന് മുമ്പ് ചുണ്ടിൽ നെയ്യ് പുരട്ടിയിട്ട് ഉറങ്ങുവാണെങ്കിൽ ചുണ്ടിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. ഇനി ലാസ്റ്റ് ടിപ്പ്, ഇടയ്ക്കിടെ ഗ്ലിസറിൻ ചുണ്ടിൽ പുരട്ടുവാണെങ്കിൽ ചുണ്ടിലെ കറുപ്പ് നിറം കുറഞ്ഞു കിട്ടും. ചുണ്ടുകൾ നല്ല രീതിയിൽ പരിപാലിച്ചാൽ മാത്രമേ അവ മൃദുവും ആരോഗ്യപ്രദവും മയവും ഉള്ളതായി തീരുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ലിപ് കെയർ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നല്ല നല്ല ബ്യൂട്ടി ടിപ്സ് ആയിട്ട് ഞങ്ങൾ നാത്തൂൺസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.